ഇത് വെറും ഒരു പ്രാങ്ക് ഷോ ആണ് ബ്രോ. അല്ല ബ്രോ ഇങ്ങനെ പറയട്ടെ ബ്രോ, ഇത് വെറും ഒരു പ്രാങ്ക് ഷോ ആണ്. ബ്രോ പ്രാങ്ക് ഷോ ആയിക്കോട്ടെ, നിങ്ങൾ പ്രാങ്ക് അതിന്റെ രീതിക്ക് നടത്തിക്കോ. അതിനിപ്പോ എനിക്കൊന്നുമില്ല. ഞാൻ എന്റെ കാര്യം ഉള്ള കാര്യം പറഞ്ഞതാ. എനിക്ക് എന്തായാലും ഈ റിലേഷൻ ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഹലോ മച്ചമാരെ, കൽപ്പനയുടെ പുതിയൊരു എപ്പിസോഡ് സ്വാഗതം മച്ചമാരെ. ഇത് നമ്മുടെ അക്ഷയ് ബ്രോ. ഇപ്പൊ നമ്മൾ തമ്മനത്താണ് നിൽക്കുന്നത്. ശരിക്കും നമുക്ക് വർക്കം നിൽക്കുന്ന പുള്ളിക്കാരന്റെ ഫ്രണ്ട് ഒരു പെൺകുട്ടിയുണ്ട്, അർച്ചന എന്ന് പറഞ്ഞത്. അർച്ചനെ വിളിച്ചിട്ട് പറഞ്ഞ് അക്ഷയ് ബ്രോനെ പറ്റിക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ അറിയാവുന്നു. അപ്പൊ അക്ഷയ് ബ്രോ എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ കണ്ടിട്ട് നമുക്ക് അറിയാം അക്ഷയ് മനസ്സിലേക്ക് വർക്കൗട്ടാണ്. സ്പോർട്ടി അക്ഷയ് ബ്രോ നമ്പർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതൊരു പ്രാങ്ക് വരുന്നുണ്ട്, നമുക്ക് തിരിച്ചാൻ കൊടുക്കാം. അപ്പൊ അർച്ചനയെ ഇപ്പൊ വിളിക്കാൻ പോകുന്നതിന് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇൻട്രോ എടുക്കുകയാണ്. അപ്പം ബ്രോ എങ്ങനെ പുള്ളിക്കാരി റിയാക്ട് ചെയ്യട്ടെ? ഞാനും പുള്ളിക്കാരിയും തമ്മിലൊരു പണ്ടത്തെ +2 ക്രഷാന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ അവസാനം വേറെ ട്വിസ്റ്റ് ഉണ്ട് കഥയിൽ. നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പം നമുക്ക് കൂടുതലായിട്ട് വീട്ടിലേക്ക് കിടക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട്. കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, വീട്ടിലേക്ക് എനിക്ക് അവളെ കാണാനാ വിളിച്ചത്. എന്നെ ഓർമ്മയുണ്ടോ? ബാ, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ഇവളുടെ സീനിയർ ആയിരുന്നു. എനിക്ക് അന്ന് തൊട്ടേ പുള്ളിക്കാരി അടുത്തൊരു ക്രഷ് ഉണ്ട്. പുള്ളിക്കാരിക്കും ചെറുതായിട്ടൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ചാറ്റിങ് ഉണ്ടായിരുന്നു. പിന്നെ അന്വേഷണം വന്നപ്പോഴാണ് ഇവിടെ വന്ന് അറിഞ്ഞത്, എറണാകുളത്ത്. അപ്പൊ ഇങ്ങനെ ബ്രോഡ് ആരും ബ്രോ, എനിക്ക് പുള്ളിക്കാരി വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മാറി തന്നെ റിലേഷനിലാണെന്ന് അറിയില്ലേ. പക്ഷെ എനിക്കതിന് പറ്റത്തില്ല. പുള്ളിക്കാരി എനിക്കിഷ്ടമാണ്. പുള്ളിക്കാരിന് ഇഷ്ടം. ഓക്കെ, പുള്ളിക്കാരത്തേക്ക് ഇപ്പൊ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടമല്ലായിരുന്നു എനിക്ക്. നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇഷ്ടമാന്ന്. അപ്പൊ നീ പറഞ്ഞായിരുന്നല്ലോ ഇഷ്ടമാന്ന്. ഇഷ്ടമാ, കാണണമെന്നുണ്ട്, എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്താ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്? ഡയറക്റ്റ് ആയിട്ട് കണ്ടൂടെ? എന്ത് പ്രശ്നമാണുള്ളത്? കുറച്ച് പ്രശ്നമുണ്ട്, ബ്രോ അടുത്ത് പറഞ്ഞ് സെറ്റാക്കാനാ പറഞ്ഞത്. വേറെന്താ പ്രശ്നമുള്ളത് നമുക്ക്? ഞാനാണെന്ന് എന്നോട് പറയാൻ നിക്കണം. എന്നാ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കണ്ടാ പോരെ? എനിക്ക് കുട്ടിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ല, ആഗ്രഹം ഉണ്ടെങ്കിൽ ബ്രോ കല്യാണം കഴിച്ചോ. ഓക്കെ, ഇങ്ങനെയാണോ ഞാൻ കല്യാണം കഴിക്കാൻ? അവിടെ മെസ്സേജ് കാണാൻ ആഗ്രഹം, അപ്പുറത്ത് മെസ്സേജ് അയച്ചിട്ട് ഇപ്പുറത്ത് നിന്ന് ഉണ്ടാക്കണം. ഇവിടെ എത്തിയവളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു, ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് അവിടെ എന്റെ നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു. ഞാൻ അത് കളഞ്ഞിട്ട് ഇവള് പറഞ്ഞിട്ടാണ് എറണാകുളത്ത് വന്നത്. പിന്നെ ഇപ്പൊ എന്തിനാ അറിയാത്ത പോലെ എന്തിനാ വന്നതെന്ന് ചോദിക്കണം. പിന്നെ എന്റെ അടുത്തല്ലേ സംസാരിക്കേണ്ടത്. പിന്നെ വേറെ നാട്ടുകാരടുത്ത് സംസാരിക്കാൻ പറ്റുമോ? ഇപ്പൊ കണക്ക് ഞാനല്ല പ്രശ്നമായിട്ട് വരുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്തല്ല വേറെ ആരടുത്ത് സംസാരിക്കുക? ഓക്കെ അല്ലേന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇവിടെ കിടന്ന് എനിക്ക് വേറെ കരയാനൊന്നും പറ്റൂലല്ലോ. പിന്നെ എന്തിനാണ് ഈ രണ്ട് സൈഡിൽ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പോയി എല്ലാം കൂടെ നടന്ന് ഇതാക്കണ എന്തിനാണ്? എൻ്റെ അടുത്ത് പറഞ്ഞത് ബെസ്റ്റ് ഫ്രണ്ടാണ് കുറേ നാൾ. പിന്നെ ഇപ്പൊ ഈയിടെ ആയിട്ട് ഭയങ്കര ടോക്സിക് പോലെയൊക്കെ പെരുമാറുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഭയങ്കര ടോക്സിക് ആവുന്നു. എന്തിന്റെ പേര്? ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ടോക്സിക് ആവുന്നത് ഭയങ്കര പ്രശ്നമാണ്. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞ് വരുമ്പോഴേ ചൂടായിക്കോ, ദേഷ്യപ്പെട്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ നമ്മൾ ആമ്പിള്ളേരില്ലേ, കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കണമല്ലോ. ബാക്കി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതോ? ബുദ്ധിമുട്ടാണ്, ടോക്സിക് ആണ്, ശല്യം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഉപദ്രവന്നൊക്കെയാ പറഞ്ഞത്. മാത്രമല്ല നമ്മള് എനിക്കിവിടെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല. എവിടെ പോയാൽ എന്തായാലും ഞാൻ പുള്ളിക്കാരെ റിപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്തിനാ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ അടുത്ത് ചോദിച്ചു. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എവിടെ പോലും നിന്നോട് പറയുന്നുണ്ടോ? നിന്നോട് പറഞ്ഞില്ലേ? ചോദിക്കല്ലോ, പറഞ്ഞില്ലേ? എന്ത് പറയാതെ?
എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിനോട് താല്പര്യമില്ല. ഫ്രണ്ട്ഷിപ്പിനോട് താല്പര്യമില്ല. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനോട് താല്പര്യമില്ല. എന്നെ ഒന്നൊന്ന് രക്ഷിച്ചോണ്ട് പോകാനൊക്കെ എന്നെ എടുത്താൽ ആയിട്ടാണോ പോകുന്നത്? ആണോ? ഇപ്പോഴോ? ആണല്ലോ. കുറച്ച് ഉറക്കം പറയാം, കേട്ടില്ല. ഫ്രണ്ട്സ് തന്നെയല്ലേ? ആര് തമ്മില്? നമ്മൾ തമ്മിലല്ലേ? ബ്രോ എന്തായാലും അവിടുന്ന് വണ്ടി വിളിച്ച് വന്നല്ലേ, കൊണ്ടുപോണേ കൊണ്ടുപോയിക്കോ. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അതാ പറഞ്ഞ പോണേ പോയിക്കോ, പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല. പിന്നെ അവിടുന്ന് ഇവിടം വരെ ഞാനും വന്നതല്ലേ കാണിക്കാൻ വേണ്ടിട്ട്. ഇവനെ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിക്കോ. ബ്രോ ഞാൻ ഉള്ള കാര്യം പറയാം. എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ ഇതേപോലെ തന്നെ ഇത് അറിഞ്ഞ കുറച്ച് മുതൽ എന്തായാലും കുറച്ച് കാലം മുന്നേ ഞാനും വേറെ ഒരു റിലേഷൻ തന്നെയാണ്. ഒരു മിനിറ്റ് ബ്രോ, ആക്ച്വലി ഇതൊരു ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. ബ്രോ ഇതൊരു റിലേഷൻ ആയിക്കോട്ടെ. കാണിക്കേണ്ട ആവശ്യം എന്താ? അതിപ്പോ എന്നെ അറിയിക്കേണ്ട ആവശ്യം എന്താ? സൗകര്യമില്ല. ബ്രോ ഞാൻ ഒരു കാര്യം പറ്റിയത് ഞങ്ങൾ ഇവിടെ തന്നെ ഞാൻ യൂട്യൂബ് ചാനലിൽ പ്രാങ്ക് ഷോ നടന്നൊരു വ്യക്തിയാണ്. റിയൽ പ്രാങ്കിൽ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു ബ്രോ. ഇത് ക്യാമറ ഒക്കെ അവിടെ കൊണ്ട് പ്രാങ്ക് ഷോ ആയിരുന്നത്. ഞാനുള്ള കാര്യം പറഞ്ഞതാ. എന്ത് പ്രാങ്ക്? അയ്യോ അല്ല, അങ്ങനല്ല ബ്രോ. അല്ലല്ലോ. ഓക്കെ ബ്രോ, അവിടെ ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളായിക്കോ. ഞാനുള്ള കാര്യം പറഞ്ഞതാ. ഞാനും വേറൊരു റിലേഷനിൽ തന്നെയാണ്. എനിക്ക് എന്തായാലും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൂടെ ഇത് ഇങ്ങനെയൊക്കെ? ശരിക്കും പറഞ്ഞ തന്നെ എനിക്ക് എന്തായാലും ഇപ്പൊ ബുദ്ധിമുട്ടാണ്. അല്ല ബ്രോ, പുള്ളിക്കാരി ആത്മാർത്ഥമല്ല. എന്താ ആത്മാർത്ഥത? ഇതാണ് ആത്മാർത്ഥത. ബ്രോ ഇതൊരു തമാശക്ക് ചെയ്തൊരു തമാശക്കായാലും ഞാനുള്ള കാര്യം പറഞ്ഞതാ. എനിക്ക് എന്തായാലും ഈ റിലേഷൻ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. അയ്യോ ബ്രോ, അങ്ങനെ ചിന്തിക്കല്ലേ. ചിന്തിക്കല്ലേ. അവരെന്താ ബ്രോക്ക് പൊള്ളുന്നുണ്ടോ? അവര് വർക്കിന് വേണ്ടി എന്നെ വിളിച്ചതാണ്. വർക്കായാലും എന്തായാലും വേണ്ടില്ല. കാര്യം പറഞ്ഞതാ ബ്രോ. ചുമ്മാ പറഞ്ഞതല്ല. അല്ല ഞാൻ ചുമ്മാ ഓക്കെ തെളിവുണ്ടായിക്കോട്ടെ. ഓക്കെ ഉണ്ടായിക്കോട്ടെ ബ്രോ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. നിങ്ങൾ ചുമ്മാ ആയിക്കോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോ. ഞാനുള്ള കാര്യം പറയാം. എനിക്ക് ഞാൻ പറയട്ടെ ബ്രോ, ഇത് വേറെ ഒരു പ്രാങ്ക് ഷോ ആണ് ബ്രോ. അല്ല ബ്രോ ഇങ്ങനെ പറയട്ടെ ബ്രോ, ഇത് വേറെ ഒരു പ്രാങ്ക് ഷോ ആണ്. ഓക്കെ ബ്രോ, പ്രാങ്ക് ഷോ ആയിക്കോട്ടെ. നിങ്ങൾ പ്രാങ്ക് അതിന്റെ രീതിക്ക് നടത്തിക്കോ. അതിനിപ്പോ എനിക്കൊന്നുമില്ല. ഞാൻ എന്റെ കാര്യം ഉള്ള കാര്യം പറഞ്ഞതാ. എനിക്ക് എന്തായാലും ഈ റിലേഷൻ ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഞങ്ങൾ അമ്മ ഒരു ബന്ധമില്ല. ബ്രോ ബന്ധമുണ്ടോ ഇല്ല എന്റെ വിഷയമല്ല. ഓക്കെ ചിലപ്പോ കമ്പനിക്കാരാവും, അല്ലാതിരിക്ക. ആയിക്കോട്ടെ ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. നമ്മൾ പ്രാങ്ക് ചെയ്ത് എനിക്ക് പറയണമെന്ന് വിചാരിച്ചിരിക്കാനായിരുന്നു. കരയില്ലേ? കരഞ്ഞിട്ട് എന്റെ നിങ്ങളെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. റോഡിനെ കരയാതെ പ്രാങ്കാണ് അതാണെന്ന് പറഞ്ഞത്. അങ്ങോട്ടൊന്നും പോവല്ലേ, അവിടെ പ്രശ്നമാണ്. നിങ്ങൾ ഒന്ന് സംസാരിക്കും. നിങ്ങൾ ബ്രോ ഒന്ന് സംസാരിക്കും. നിങ്ങൾ തമ്മിലുള്ള സംസാരിക്കാനുള്ള ഓൾറെഡി സംസാരിച്ചൊക്കെ തന്നെ. ആക്ച്വലി കരയാതെ ഇനി പറയട്ടെ. ഇവിടെ ഒരുപാട് ആൾക്കാരുള്ള പെങ്ങൾ ഇവിടെ നിൽക്കും. ഞാൻ പറയട്ടെ. പെങ്ങളെ പുള്ളിക്കാരൻ എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത്. ഇതുപോലെ പ്രാങ്ക് കാരണം ഇനി വേറെ ആരെങ്കിലും വരുന്ന എനിക്കറിയാം. ഇല്ല ഇനി പറയട്ടെ. പാർവതി എന്നല്ലേ പേര്? അർച്ചന. എനിക്ക് പേര് പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ പറയട്ടെ, പുള്ളിക്കാരൻ ഇങ്ങനെ എന്തോ റിലേഷൻ നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. തോന്നലല്ല ബ്രോ, ഉണ്ട്. ഞാൻ എന്തായാലും പറയണമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു.
പിന്നെ ബ്രോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എടി സോറി അർച്ചന, റിയലി സോറി. ഞാൻ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല ഇത്, ആക്സിഡന്റലി ഉണ്ടായിപ്പോ. ഒന്നും ചെയ്യല്ലേ. അർച്ചന, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഫുൾ സ്റ്റാൻഡ് ഇട്ട് തരാൻ വേണമെങ്കിൽ. ബ്രോ വിളിച്ച തിരുവനന്തപുരത്ത് നല്ല പറഞ്ഞപ്പോ എന്റെ പൊന്നു, ഞങ്ങളെ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന എന്തിനാണ്? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാവാൻ കാരണം ഞാനാണോ? അല്ല, നിങ്ങൾ കാരണം ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾ നല്ല കാര്യമല്ലേ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ ഇനി ഞാൻ കാരണം ഇത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്തായാലും വേറെ പ്രശ്നങ്ങളാവത്തില്ലേ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചു തീർക്കും. എടി, നിങ്ങൾ ഇത്രയും നാള് നിങ്ങൾ അത്രയും ഫ്രണ്ട്സ് ആയിട്ടിരുന്നവരല്ലേ? ഫ്രണ്ട്സ് ഒന്നും ഇപ്പൊ ഇത്ര നേരം പ്രാങ്കാണെന്ന് പറഞ്ഞില്ലേ? വെള്ളം വല്ല വേണോ? ചൂടുവെള്ളം മനസ്സിൽ തല പുള്ളിക്കാരൻ പറഞ്ഞ നിങ്ങൾ എവിടാ? ആ കുട്ടിയെ എന്തോന്ന് വിളിക്കുന്നത്? രാമനെ പ്രാങ്കിയല്ലേ വിളിച്ചത്? എന്റെ പൊന്നു പെങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ദൈവം ഇങ്ങനെ കരയാതിരിക്കുക. എനിക്ക് ആക്ച്വലി നിങ്ങളുടെ റിലേഷനെ കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല. ബ്രോ ഇങ്ങനെ വന്നേ ബ്രോ. ഞങ്ങളിങ്ങനെ ആൾക്കാരെ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ ഇഷ്യൂ ഇല്ല ഞങ്ങളിങ്ങനെ ആൾക്കാരെ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് കരയിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ശരി, ഇങ്ങനൊന്നും റിയലി സോറി, ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല കേട്ടോ. ആ ഒരു കാര്യം പറയട്ടെ പെങ്ങളെ, പുള്ളിക്കാരനെ ആരോ ഇഷ്ടമാണ്. കരയാതെ പെങ്ങളെ, കരയാതെ. അയ്യേ, അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കല്ലേ. ഇപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, യാദൃശ്ചികം സംഭവിച്ചായിരിക്കും അത്. അയ്യോ, ഇതങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് മനുഷ്യന്മാരല്ലേ, പെട്ടെന്ന് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറും. ഇപ്പൊ ഒരാളെ തന്നെ സ്നേഹിക്കണമെന്നില്ലല്ലോ. അതന്നെ ഈ കൊച്ചിന് എന്തോ കുറവ്. എന്റെ കാഴ്ചപ്പാടി കുട്ടിക്ക് ഒരു കുറവുമില്ല. എന്റെ കാഴ്ചപ്പാടി നീ ഇപ്പൊ മനസ്സിലായി എന്തോട്ടാ കളഞ്ഞത്. ലൊക്കേഷൻ നോക്കി വാ. ആൾക്കാരെ വിളിച്ച് കൂട്ടണ്ടോ? എന്റെ അനിയത്തിയാണോ? കരയാതെ പെങ്ങളെ, കരയാതെ. ഇവിടെ ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിക്കും, ചിലപ്പോൾ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്ക് വേണ്ട. നമ്മൾ ഡൈവോഴ്സ് ആകുമ്പോൾ പോലും നമ്മളൊരു അങ്ങനല്ല, കൗൺസിലിംഗ് എടുക്കും. സംസാരിക്കാനുള്ളതാണ് ബ്രോ. ആശ്വസിപ്പിക്കും. ബ്രോ എന്റെ അടുത്ത് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോടുള്ള പറയാനുണ്ടായിരുന്നു, ഇതന്നെ പറയാനുണ്ടായിരുന്നു. ബ്രോ പെങ്ങളെ കാര്യങ്ങൾ അവനോട് സംസാരിക്കും. പെങ്ങൾ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെങ്ങളെ നീ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കും. ഇരുന്നിട്ടില്ലല്ലോ. ഞാനൊരു സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്കാരനെ മനസ്സിലാക്കാണ്, പുള്ളിക്കാരനെ നല്ല രീതിയിൽ ചാൻസ് യൂസ് ചെയ്തതാണ്. പറയാൻ പുള്ളിക്കാരനെ മനസ്സുള്ള കാര്യം പറയാൻ യൂസ് ചെയ്ത ചാൻസ് ആയിരിക്കും അത്.
ചിലപ്പോ എന്നെ കണ്ടിട്ട് മനസ്സിലായി കാണും. ഞാൻ അങ്ങനെ ചാൻസ് യൂസ് ആക്കി പറഞ്ഞതൊന്നല്ല, എനിക്ക് എന്തായാലും പറയണമെന്ന് തോന്നിയത് തന്നെയായിരുന്നു. ചാൻസ് യൂസ് ആക്കി അതൊക്കെ ഞാൻ പറഞ്ഞു. ആളെ കാണിക്കൂ. ബ്രോ ഒന്ന് ആശ്വസിപ്പിക്കും. പാവം പട്ടി പോകുന്ന ബ്രോ ഒന്ന് ആശ്വസിപ്പിക്കുക, അപ്പൊ പ്രശ്നങ്ങൾ തീരും. ബ്രോ നിങ്ങൾ അമ്മയൊന്ന് സംസാരിക്കും. നിങ്ങളെ അങ്ങനല്ലേ പ്രാവി പ്രാക്ക്. എന്താ അവർക്കും കാര്യം പറഞ്ഞു. അവരെവിടുന്നാ വരുന്നേ? അല്ല എവിടുന്നാ വരുന്നേ? എവിടുന്നാ അത്? കലൂരിന്നല്ലേ? എത്തിയോ? പ്രശ്നം നടക്കുവോ? അർച്ചനല്ലേ? പൊന്നേട്ടൊന്ന് പോവോ? അയ്യോ ഞാൻ കാരണം ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട്. അതാ നീ അർച്ചനല്ലേ? അർച്ചന ഞാൻ തിരുവനന്തപുരത്ത് എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ പ്രാങ്ക് അല്ല ചെയ്തോളൂ. ഞാൻ അതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്താ അതുകൊണ്ട് അവന്റെ സ്വഭാവം അറിയാൻ പറ്റും. അമ്മയടുത്ത് വീട് എവിടായിരുന്നു? എന്റെ വീടല്ല, നിങ്ങളുടെ വീട്. ബ്രോ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. ബ്രോ ഒരു കാര്യം ചെയ്യും, ബ്രോ പുള്ളിക്കാരെയും കൊണ്ടങ്ങ് പോകും. നിങ്ങളങ്ങ് പോയില്ലേ? പോകുന്ന വഴിക്ക് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പേരിലാവുന്നേ. ഞാൻ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചിട്ടില്ല, എന്റെ പേരിൽ ഞാൻ ഏറ്റോളാം. അത് പിന്നെ എന്റെ പേര് വരുന്നേ. എന്നാലും എനിക്കൊരു പേടി. എന്താടി ആ ലൊക്കേഷൻ നോക്കി നടന്നു വരാനാ കലൂരിന്ന്? എവിടെ ലൊക്കേഷൻ? എന്റെ അടുത്ത് ഞങ്ങളുണ്ട്. എന്റെ പൊന്നു ഞങ്ങളെ കലൂരിന്ന് നടന്നു വരാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്നോ? എവിടെ പോയി എവിടാ നീ? എവിടാ നിക്കുന്നേ? ഒരു കാറൊക്കെ ഇട്ടിട്ടുണ്ടോ അവിടെ? ഒരു ആയുർവേദ കട എവിടാ? അതറിയത്തില്ല, എനിക്കിത് അറിയത്തില്ല. ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റാ. പിന്നെ അവര് വരണ്ടേ? അവർക്കെല്ലാം ഇതിനാരും അറിയാതെ. എടേ അതല്ല പെങ്ങളെ, അവരെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തണം. പെങ്ങളെ ഇവനോട് പോകുന്ന അവരുടെ കയ്യിലുണ്ടോ ഇവന് കിട്ടണം. അവരെ അടിക്കൊന്നും ചെയ്യല്ലേ ഇവിടെ ഇട്ട്, പ്ലീസ്. അടിക്കാൻ പോലും ഒരു യോഗ്യത. നിങ്ങൾ പോകുന്ന വഴിക്ക് കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് സോൾവ് ആക്കാന്നേ ഉള്ളൂ. പുള്ളിക്കാരനൊരു തെറ്റ് പറ്റിക്കാണോ? ഒന്ന് ക്ഷമിച്ചാലെന്താ? ഇതാണ് തെറ്റ്. അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒഴിവാക്കണമായിരുന്നോ? ഞാനെന്തായാലും പറയാൻ നിൽക്കാനായിരുന്നു. എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളെ ഒഴിവാക്കാൻ തന്നെയാണ് പുള്ളിക്കാരൻ. നിങ്ങളതാദ്യം മനസ്സിലാക്കും. 10 തവണ ചോദിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ പുള്ളിക്കാരനെ ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നിൽക്കരുത്. മടുത്തത് തന്നെ അത് മനസ്സിലാക്കും. ബ്രോ മറുപടി പറ ബ്രോ. പുള്ളിക്കാരെ എന്ത് ചെയ്തിട്ടാ മടുത്തത്? മാത്രം കടം പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ടെന്ന് അറിയാം. പുള്ളിക്കാരന് മടുത്ത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇപ്പൊ, ഇല്ലെങ്കിൽ ഇന്നലെ കണ്ടൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുവോ? ഇന്നലെ കണ്ടൊരു പെണ്ണിന്റെ പുറകെ പോകും. പിന്നെ പയ്യെ കണ്ടല്ലേ? പയ്യെ പെട്ടെന്ന് കണ്ടല്ല. അപ്പൊ ഈ കൊച്ചിനെ ആലോചിച്ചില്ല? ഈ നിഷ്കളങ്കായ മുഖം ഒന്നും ആലോചിച്ചില്ല? ബ്രോ നിങ്ങൾ രണ്ടൊരു ഒന്നല്ലേ? അവരാരും വരുന്നില്ല. നിങ്ങളെ ആർക്കും ഇഷ്ടമല്ലേ? എന്നെ അടിക്കല്ലേ? എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇനിയും കുറച്ചാളൂടെ ഇങ്ങനെ പറ്റിച്ചാന്. ഞാൻ അപ്പൊ ഞാൻ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് അതാ വരും. വിളിച്ചോണ്ട് വരാം. എനിക്ക് വാടേ വാ.
ഭയങ്കര കരച്ചില്. ആ കൊച്ചിന്റെ അടുത്ത് തന്നെ നോക്കി എന്തിനാ കരയുന്നത്. പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു എനിക്ക് വേറെ റിലേഷൻ ഉണ്ടെന്ന്. പ്രാങ്കാന്ന് പറഞ്ഞു ഇപ്പോഴും പറഞ്ഞടി അവന് വേറെ റിലേഷൻ ഉണ്ടെന്ന്. പെങ്ങളെ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരൻ എന്നെ പ്രാങ്ക് ചെയ്യാൻ വിളിച്ചു വരുത്താണ് പുള്ളിക്കാരനെ. ഈ പ്രാങ്കിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ പറഞ്ഞ് വേണ്ട എടുത്തോണ്ട് നോക്കി എനിക്ക് വേറെ റിലേഷൻ ഉണ്ടോ. ഓ പിടിച്ചു പറഞ്ഞിട്ടും പറഞ്ഞു സീരിയസ് ആയിട്ട് വെറുതെ പറയാവോ. അല്ല പ്രാങ്കാന്ന് പറഞ്ഞ് ക്യാമറ ഒക്കെ കാണിച്ചു കൊടുത്ത്, ക്യാമറ ഒക്കെ അവിടെ ഇരിക്കുന്ന കാണിച്ചു കൊടുത്ത്, എന്നിട്ട് വീണ്ടും അന്നേ പറഞ്ഞ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവല്ലേ. എനിക്കറിയാം ഇവർക്ക് 100 റിലേഷൻ കാണുമോ. ഭയങ്കര കരച്ചിലാണ്. നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കാവോ. നല്ല കാര്യം പറഞ്ഞതാണ്. ആര് ആരാ റിലേഷൻ? പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്നറിയോ? പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് വെച്ച് കണ്ട് മടുത്തെന്ന്. തലചാടി നിക്കല്ലോ. പുള്ളിക്കാരൻ മടുത്തെന്ന് പറഞ്ഞു മനസ്സിലാക്കും. ഒരു പ്രാങ്കിന്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു. എന്തിനു തൂക്കേടായിരുന്നു. അത് ശരി. ഞാൻ അന്നേ പറഞ്ഞിട്ട് നോക്കാൻ നിൽക്കുന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കഥ അറിയുമായിരുന്നു. അല്ല എന്തോ പറയണ്ടേ. അപ്പൊ ആ കൊച്ചിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും. പെങ്ങളൊന്ന് എണ്ണിപ്പിക്ക്. കരയാതെ എണ്ണിക്ക് പെങ്ങളെ. എണ്ണിക്ക് അവര് തമ്മിൽ സംസാരിക്കട്ടെ. പെങ്ങളെ കരയാതെ. എന്റെ പൊന്നെ ഇങ്ങനെ കരയാതെ ചിരി വരും. എണ്ണിക്ക് അതന്നെ. അക്ഷയ പോയ അർജുൻ പോയ അഭിഷേക് പോയ കിച്ചു പോയ അക്ഷയ്. ഇവനെ ഞാട്ടിക്കും പറഞ്ഞ ഡയലോഗ് പറയുന്നു. പറയില്ല. അല്ല സ്കൂട്ടർ ഞാൻ എന്റെ പൊന്നു മകളെ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടായിരുന്നു. ചുമ്മാ ഇങ്ങനെ ഒരു നാടാതെ. എനിക്കറിയത്തില്ല. മറിച്ചിട്ട് ഞാൻ പൈസ കൊടുക്കേണ്ടി വരും. പാർവതി അല്ലേ? സോറി അർച്ചന. കോളേജിൽ പഠിച്ചു, സ്കൂളിൽ പഠിച്ചു. ഈ ചേട്ട കേൾ പ്രാങ്കില്ല. എന്റെ പൊന്നു മകളെ ഞാൻ പ്രാങ്ക് ചെയ്യില്ല. മനസ്സിലായില്ലേ? അർച്ചനെ നമ്മളെ ഇപ്പൊ ഈ അർച്ചന എന്തായാലും ഞങ്ങൾക്ക് പ്രാങ്ക് വന്നു. ചേട്ടനാണ് പ്രാങ്ക് ചെയ്തത്. അപ്പൊ ഇവനെ ചേട്ടനെ കണ്ടറിയില്ലായിരുന്നു. അറിഞ്ഞ പുള്ളിക്കാരൻ നൈസിന് അവസരം യൂസ് ചെയ്തേ. പറയൊരു അവസരം യൂസ് ചെയ്തയാ. നൈസിന് പറയാൻ കിട്ടിയൊരു അവസരം അങ്ങ് യൂസ് ചെയ്ത്. ഇനിയിപ്പോ എന്താണ് തീരുമാനം? എന്താണ് അർച്ചനയുടെ? തലയും കുത്തി ഡാൻസ് കളിക്കാൻ. എന്നാ ഡാൻസ് കളിക്കാം. എന്നാ 2 സ്റ്റെപ്പ് വെക്കോ പ്ലീസ്. റോഡ് തീരുമാനം എന്താ? അവര് തീരുമാനം എനിക്കറിയണ്ട. എന്റെ ഫോണിന്റെ ഗ്ലാസ് മതി തന്നു, എന്റെ ഷൂ തന്നു, ഞാൻ മങ്ങിന് ഹെൽമെറ്റ് തന്നു, എല്ലാം ഹെഡ്ഫോണും എല്ലാം തന്നു. ഫോൺ അറിഞ്ഞ പൊട്ടിച്ചറിയും. പിന്നല്ലാണ്ട് കണ്ണൂർമാരെ കൂടെ നടക്കുന്നതിനൊക്കെ എന്തിനാ ഞാൻ എല്ലാം വാങ്ങി കൊടുക്കുന്നത്? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞു. നീ കുന്തപ്പോ ഞാൻ പറഞ്ഞ മലയാളത്തിൽ. ഞാൻ അന്നും പറഞ്ഞില്ല നോക്കിയിട്ട് എല്ലാം ചെയ്യാവോ. ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ പറയാം. ആ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. എനിക്ക് തന്റെ സൊല്യൂഷൻ ഒന്നും വേണ്ട. എന്റെ സൊല്യൂഷൻ എനിക്ക് ഭയങ്കര പ്രശ്നമാവും. ആ ചേട്ടനോട് സത്യം അറിയാൻ പറ്റിയില്ലേ? ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആരാന്ന് അൺസബ്സ്ക്രൈബ് ആണ് ഉദ്ദേശിച്ചത് അല്ലേ? എന്റെ മോളെ അങ്ങനെ ചെയ്യല്ലേ. കരയാതെ നമുക്ക് പോവാം. ഞാൻ അവന്റെ കൂടിയില്ല. നിങ്ങൾ അമ്മ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. അതെന്താ? പെങ്ങളെ ഒരു മിനിറ്റ് അർച്ചന ഒന്ന് നിന്നെ. അർച്ചന ഒരു മിനിറ്റ്. അർച്ചന നമ്മളെ ഈ പ്രാങ്ക് ചെയ്യാൻ വിളിച്ചിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്തില്ല എന്നുള്ള സങ്കടം ഇനി അർച്ചനയ്ക്ക് വരല്ലേ. പ്രാങ്ക് ചെയ്യാൻ വിളിച്ച് ഞങ്ങളെ പ്രാങ്ക് ചെയ്ത്. ഞാൻ അർച്ചനെ വിളിച്ചപ്പോഴേ അക്ഷയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ പ്രാങ്ക് ചെയ്യാനാണ്. ശരിക്കും അക്ഷയാണ് അർച്ചനെ പ്രാങ്ക് ചെയ്തിരിക്കുന്നത്. ക്യാമറ ഉണ്ടായിരുന്നോ? ഓണ്ടിരിക്കുന്നുണ്ടല്ലേ ക്യാമറ? ആ റൂമിന്റെ അകത്ത് പുള്ളിക്കാരൊക്കെ അടിപൊളി അഭിനയമായിരുന്നു. അഭിനയം കണ്ടാലേ ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഓടി വന്നിട്ട് ചോദിച്ചു നീ അല്ലേ പ്രാങ്ക് ചെയ്തത്? അർച്ചനയുടെ കരച്ചിലാണ്ടായിരുന്നു. പറഞ്ഞിരുന്നില്ല പണ്ട്.
എന്റെ പൊന്നച്ഛന് എന്ത് കരച്ചിലാണ് അച്ഛന് ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ചെറിയ ഗ്ലാസ്. പേരെന്താന്ന് പറഞ്ഞു? എന്തിനാ വിളിച്ചേ പറഞ്ഞോട്. ഇത് ഗ്ലാസ് മാത്രമേ പൊട്ടുള്ളൂ കേട്ടോ, പേടിക്കണ്ടേ. ഗ്ലാസ് അങ്ങ് മാറ്റിയത് കണ്ടോ കണ്ടോ. അല്ലല്ല ഇല്ല ഇവരുണ്ട് മണ്ടേ പയ്യന്മാര് വേറെ ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മളിന്ന് അർച്ചനയല്ലേ പേര്? പാർവതി അല്ലേ? അർച്ചന. പാർവതി ആരെന്ന് എനിക്ക് അറിയില്ല, വായു വന്നേ. അപ്പൊ അർച്ചനയാണ് നമുക്ക് ഈ സത്യം പറഞ്ഞ അക്ഷയ് ബ്രോനെ പറ്റിക്കാൻ പ്രാങ്കിന് വർക്ക് തന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ അറിയാമെന്ന്. അപ്പൊ പറഞ്ഞ അക്ഷയ് ബ്രോയ്ക്ക് എന്നെ അറിയാന്ന് പറഞ്ഞു. അപ്പോഴേ നൈസിന് അക്ഷയ് ബ്രോയുടെ നമ്പർ വിളിച്ചു. അക്ഷയ് ബ്രോയോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു, സെറ്റ് അഭിനയായിരുന്നു. ഞങ്ങള് സത്യം പറഞ്ഞ അപ്പുറം ഇപ്പുറം നിൽക്കുക, പട്ടി കരച്ചിലായിരുന്നു കേട്ടോ. പേരെന്തായിരുന്നു? ആദിത്യ. മേഘ. ഇതിൽ ആരാ അനിയത്തി? ആദിത്യ. അപ്പൊ ആദിത്യ അനിയത്തി കേട്ടോ. ഇവര് വിളിച്ചപ്പോഴേ ഓടി വന്നു. നിങ്ങൾ നേരത്തെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുമായിരുന്നോ? ആയിരുന്നോ? അതാ ഞാൻ അറിയിച്ചത് ഇവര് ഈ കലൂരിനെങ്ങനെ ഇത്രയും പെട്ടെന്ന് വന്നെന്ന്. വിളിച്ചായിരുന്നല്ലേ? ആ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇവരെങ്ങനെ കലൂരിൽ ഇങ്ങനെ ഓടി എത്തിയത്. വരുമ്പോ എന്നെ യാത്ര കഴിച്ച് എങ്ങോട്ട് പോണെന്നൊക്കെ ചോദിച്ചിട്ടാ പറഞ്ഞത്. അപ്പൊ മനസ്സിലായി നമ്മള് പ്രാങ്ക് ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ആരെയല്ല നമ്മൾ പ്രാങ്ക് ചെയ്തിരിക്കും. അങ്ങനെ ഇന്ന അന്നാളൊന്നുമില്ല, കിട്ടുന്ന എല്ലാവരും നമ്മൾ ചെയ്യും. അപ്പൊ മച്ചാൻ പറയേ ഇനി ഇതുപോലെ വെറൈറ്റി വീഡിയോസ് വരും. നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ നമ്പർ കാണുന്നതായിരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിലും വന്ന് ചെയ്യുന്നതായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ തോന്നി? വിട്ടുപോയിട്ടില്ല. ഓ കാന്താരി എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ അല്ലേ? പട്ടിപ്പൂടിയൊക്കെ വായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഗായ്സ് അർച്ചന ഓക്കെയാണ്. ഇന്ന് ഇവരുടെ വക നമുക്കൊരു മന്തിയും കിട്ടുന്നതായിരിക്കും. അപ്പൊ മച്ചാൻ പറയാം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ മൈ ഡിയർ ഫ്രണ്ട്സ് ബൈ ബൈ. സ്കെച്ച് പോട്ട നമ്മൾ തൂക്കും.